ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്ക്ലി ടാസ്ക്കായ നോദില ചെരുപ്പ് ഫാക്ടറി ടാസ്കിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. ഈ ഒരു ടാസ്ക് ഇപ്പോൾ ലൈവിൽ അല്പസമയം മുൻപ് കഴിഞ്ഞു. അതിവിദഗ്ധമായി തന്നെ നൂറ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ടാസ്ക് നൂറയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നൂറയുടെ ഇമ്മ്യൂണിറ്റി പവറും ഡയറക്റ്റ് നോമിനേഷൻ എന്ന പവറും നഷ്ടപ്പെടും എന്നത് നൂറയ്ക്കും വീട്ടുകാരിൽ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അക്ബറും കൂട്ടരും അതിവിദഗ്ധമായി തന്നെ നൂറയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നൂറ ഇന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടാസ്ക് ഹാൻഡിൽ ചെയ്തു. ആദ്യം തന്നെ ആരും ടോസ് ഇടുകയാണ്. ബിഗ് ബോസ് 2 ഓപ്ഷൻ കൊടുത്തിരുന്നു. അതിൽ ടോസ് ഇട്ടുകൊണ്ട് 90 മിനിറ്റ് കൊണ്ട് ഒരു മെഷീൻ വെച്ചുകൊണ്ട് 25 ചപ്പൽ നിർമ്മിച്ച് നൽകണം എന്ന ടാസ്ക്കാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ ഈ ഒരു ടാസ്ക് ആരംഭിച്ച സമയത്ത് തന്നെ നൂറ അക്ബറിനെ പിണക്കാതെ വളരെയധികം സോഫ്റ്റായി അക്ബർ മാക്സിമം നല്ല രീതിയിൽ പണി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ബ്രില്യൻ്റ് ആണ്, നിങ്ങളിൽ യാതൊരു കുറവും ഞാൻ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറിനെ ദേഷ്യം പിടിപ്പിക്കാതെ അക്ബറിനെ പിണക്കാതെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിരുന്നു. കാരണം അക്ബറിനെ പിണക്കിയാൽ അത് ആ വർക്കിനെ തന്നെ ബാധിക്കും, അത് തൊഴിലാളികളെയും ബാധിക്കും എന്ന കാര്യം നൂറയ്ക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ നൂറ മാക്സിമം അവരെ നല്ല രീതിയിൽ തന്നെ മയത്തോടു കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ആദില മാത്രമേ ഇവിടെ നൂറയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നുള്ളൂ. മറ്റുള്ളവർക്ക് എല്ലാവർക്കും നൂറയെ എങ്ങനെയെങ്കിലും ഈ ഒരു ടാസ്കിൽ പരാജയപ്പെടുത്തണം എന്നതാണ്. കാരണം സഹമത്സരാർത്ഥികൾ എല്ലാവരും തന്നെ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ആരും മറ്റൊരാൾ നന്നാവണം അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് നൂറ വിജയിക്കണം എന്നൊന്നും ചിന്തിക്കില്ല, അല്ലെങ്കിൽ അതൊന്നും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ ആദില ആയിക്കോട്ടെ തൻ്റെ ലൈഫ് പാർട്ട്ണർ ആയതുകൊണ്ട് നൂറ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ നൂറയുടെ പവർ പോകും എന്ന കാര്യം നൂറ ഇന്നലെ ആദിലയോട് പറഞ്ഞിരുന്നു. ഏറ്റവും അവസാനം ഈ ഒരു ടാസ്കിനൊടുവിൽ നൂറ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നൂറ മാക്സിമം നല്ല രീതിയിൽ തന്നെ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാനായി നോക്കി. പക്ഷേ നൂറയ്ക്ക് വല്ലാത്തൊരു വെപ്രാളമായിരുന്നു. അവസാന നിമിഷമായപ്പോഴേക്കും എല്ലാവരെയും വേഗം പണി ചെയ്യണം, നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യൂ, വേഗം ചെരുപ്പ് നിർമ്മിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നൂറ വല്ലാത്തൊരു കൺജസ്റ്റഡ് ഒരു അവസ്ഥയിലായിരുന്നു. അതിനിടയിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കസിലുള്ള ആളുകൾ മുഴുവൻ, അതായത് വീടിന് പുറത്തുള്ള ആളുകളെ കൂടി ബിഗ് ബോസ് ഈ ഒരു ടാസ്കിനിടയിലേക്ക് കൊണ്ടുപോയി, അതായത് ഈ ഒരു ഫാക്ടറിക്ക് അകത്തേക്ക് കൊണ്ടുപോയി. ഈ വന്നവരായിക്കോട്ടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരവിടെയുള്ള ചെരുപ്പുകളും മറ്റ് ടൂൾസും കാര്യങ്ങളും എല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. ലാസ്റ്റ് ടൂൾസും അതുപോലെ തന്നെ ചെരുപ്പും കാര്യങ്ങളും എല്ലാം ഡോറിനടുത്ത് വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തു. എന്നാലും കുറച്ച് സാധനങ്ങൾക്ക് സ്റ്റാപ്ലർ പോലുള്ള കാര്യങ്ങളൊന്നും തിരിച്ച് കിട്ടിയില്ല. അതും ആ ഒരു ടൈം വല്ലാതെ അവിടെ പോയത് കൊണ്ട് തന്നെ അതും ഈ ഒരു ടാസ്കിനെ ബാധിച്ചു എന്നത് ഒരു വാസ്തവമാണ്. കാരണം ഏകദേശം 10-20 മിനിറ്റോളം ഈ പുറത്തുള്ള ആളുകളൊക്കെ തന്നെ ഫാക്ടറിക്ക് അകത്ത് വന്നുകൊണ്ട് അത്രയും സമയം അവിടെ വേസ്റ്റായി. ആ ടൈം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ടാസ്ക് വിജയിക്കാമായിരുന്നു. അതേസമയം തന്നെ അക്ബറും കൂട്ടരും വളരെയധികം സ്ലോ ആയിട്ടാണ് ഈ ഒരു ചെരുപ്പ് നിർമ്മിച്ചു കൊണ്ടിരുന്നത്. നൂറ് അത്രയധികം പറയുന്നുണ്ട്, നിങ്ങൾ വേഗം നിർമ്മിക്കൂ, നിങ്ങൾ വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ജിഷിനൊക്കെ അവിടെ നിന്ന് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും ജിഷിൻ അസിസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ തന്നെ നൂറ പറയുന്നുണ്ട് അവർ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കൂ എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ആരെയും പിണക്കാതെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നൂറ ശ്രമിച്ചു. പക്ഷേ അത് 100% പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം, അക്ബറും കൂട്ടരും തൊഴിലാളികളും മാക്സിമം സ്ലോ ആയിട്ടാണ് ഈ ചെരുപ്പ് നിർമ്മിച്ചു കൊണ്ടിരുന്നത്. അവർ അത്രയധികം ലാഗ് അടിച്ചുകൊണ്ട് അവിടെ കത്രിക ഉണ്ടായിട്ട് പോലും അത് യൂസ് ചെയ്യാതെ കത്തി കൊണ്ട് മുറിച്ചിട്ടൊക്കെയാണ് അവർ ആ ടാസ്ക് സ്ലോ ആക്കാനായിട്ട് ശ്രമിച്ചത്. മറ്റൊന്ന്, ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുള്ള ആളുകൾ ഇതിനകത്തേക്ക് വന്നപ്പോൾ അത്രയും സമയം അവിടെ പോയി കിട്ടി. അതും ഈ ഒരു ടാസ്ക് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം തന്നെയാണ്. എന്തായാലും ഇതിനകത്ത് നമുക്ക് പറയാനുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. അക്ബറും കൂട്ടരും 90 മിനിറ്റുകൾ കൊണ്ട് ഏകദേശം 18 ചെരുപ്പുകൾ മാത്രം നിർമ്മിച്ചുകൊണ്ട് നൂറയെ പരാജയപ്പെടുത്തി. നൂറയുടെ പവർ അങ്ങനെ പോവുകയും ചെയ്യുന്നു. അത് അക്ബറിൻ്റെയും കൂട്ടരുടെയും ആ ഒരു മൈൻഡ് ഗെയിം എങ്ങനെയെങ്കിലും സ്ലോ ആക്കിക്കൊണ്ട് നൂറയെ പരാജയപ്പെടുത്തണം എന്നത്. എന്നാൽ ഇതിനകത്ത്
ബിഗ് ബോസ് ഡയറക്റ്റ്ലി ഇതിനകത്ത് ഇറങ്ങി കളിച്ചിട്ടുണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കസിലുള്ള ആളുകളെ മുഴുവൻ ഏകദേശം 20 മിനിറ്റോളം ഈ ഫാക്ടറിക്ക് അകത്ത് കൊണ്ടിട്ട് അത്രയും സമയം പാഴാക്കിയത് നൂറയുടെ ഈ ഒരു പവർ തിരിച്ചെടുക്കാനാണ് എന്നത് കോമൺ സെൻസുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ബിഗ് ബോസ് ഉദ്ദേശിച്ച ഒരു കണ്ടസ്റ്റൻറ്റിനല്ല ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റിയും ഡയറക്റ്റ് നോമിനേഷൻ, ഫാമിലി സൂപ്പർ, ഫാമിലി വീക്ക് പവർ എന്ന ഈ ഒരു പവർ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഉദ്ദേശിച്ച ഒരു കണ്ടസ്റ്റൻറ്റിനാണ് പ്രസ്തുത പവറെല്ലാം കിട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് പോലും വെക്കില്ലായിരുന്നു. അതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ നൂറയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ആ ഒരു പവർ ഇല്ലാതാക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശം, ബിഗ് ബോസ് ഉദ്ദേശിച്ച ഒരു കണ്ടസ്റ്റൻറ്റിനല്ല ഈ ഒരു പവർ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നൂറയ്ക്ക് ഒരു സൂപ്പർ പവർ കൊടുത്തിരിക്കുന്നത്? അന്ന് നൂറ വിജയിക്കും അല്ലെങ്കിൽ നൂറയ്ക്ക് ആ ഒരു സൂപ്പർ പവർ കിട്ടും എന്ന ആ ഒരു സമയത്ത് മറ്റെന്തെങ്കിലും ട്വിസ്റ്റുകൾ കൊണ്ടുവന്ന് ബിഗ് ബോസ് ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ഈ പവറുകൾ കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഇതിപ്പോൾ നൂറയ്ക്ക് കിട്ടി, നൂറ തൻ്റെ ഫാമിലി വീക്ക് പവർ ബിന്നിക്ക് കൊടുത്തു. ഡയറക്റ്റ് നോമിനേഷനും ഇമ്മ്യൂണിറ്റിയും തൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴും അത് ആ ഒരു വ്യക്തിക്ക്, ആ ഒരു കണ്ടസ്റ്റൻറ്റിന് അനുഭവിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നുള്ളതാണ് ബിഗ് ബോസ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. നൂറ വെറുതെ ഒരാളിൽ നിന്നും പിടിച്ചു വാങ്ങിയതല്ല ഈ പറഞ്ഞ ഈ ഒരു സൂപ്പർ പവർ. അതിവിദഗ്ധമായി തന്നെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ആ ഒരു ടാസ്ക് വിജയിച്ചാണ് തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സൂപ്പർ പവർ സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ബിഗ് ബോസ് ഉദ്ദേശിച്ച ഒരു കണ്ടസ്റ്റൻറ്റിന് കിട്ടിയില്ല എന്നതിൻ്റെ പേരിലാവാം ഒരു പക്ഷേ ബിഗ് ബോസ് ഇങ്ങനെയൊരു ടാസ്ക് ഇപ്പോൾ കൊണ്ടുവന്നതും നൂറയെ പരാജയപ്പെടുത്തിയതും. അത് നമുക്ക് ടാസ്ക് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നല്ലോ. കോമൺ സെൻസുള്ള ഏതൊരു പ്രേക്ഷകനും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് ബിഗ് ബോസ് ഇതിനകത്തൊരു മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ട് എന്നത്. എന്തായാലും ഇത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും വന്ന ഒരു ചീപ്പ് ഗെയിമാണ് എന്നത് എനിക്ക് പറയാതിരിക്കാനാവില്ല. കാരണം നൂറ് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സൂപ്പർ പവർ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് അതിനകത്ത് ബിഗ് ബോസിന് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻറ്റിന് കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ ആ ഒരു വ്യക്തിയുടെ സൂപ്പർ പവർ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എനിക്കെന്തോ അതിനോട് പേഴ്സണലി താല്പര്യമില്ല. അത് ബിഗ് ബോസ് ഇതിനകത്ത് ഗെയിം കളിച്ചതാവാം, അല്ലെങ്കിൽ നൂറയെ പരാജയപ്പെടുത്തിയതാവാം, എന്തുമാവാം. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്? നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചെയ്യുന്നത്.